hit it. Ta ta hin hin na ta ta hin hin hin. ഏതായാലും ഈ പ്രഭാതത്തിൽ ഒരു കവിത വന്നിങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ കലോത്സവ വേദിയിൽ നിന്നും ഒരു താരത്തെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു വിവരം കൂടെ അറിയിക്കുകയാണ്. വൈകിട്ട് 7:30 അത് പ്രഖ്യാപിക്കും. പതിവ് പോലെ സ്റ്റാർ ഓഫ് ദ ഡേ ഇറാം മോട്ടോഴ്സ് സ്റ്റാർ ഓഫ് ദ ഡേ പ്രഖ്യാപനം വൈകിട്ട് 7:30 പക്ഷേ അതിനുള്ള അന്വേഷണം നമ്മൾ ഇന്ന് രാവിലെ തന്നെ തുടങ്ങും. ഏത് വേദിയിലാണ് ഏറ്റവും മിന്നുന്ന ആ താരം എന്നറിയാം. കാത്തിരിക്കാം. മാതൃഭൂമി ന്യൂസ് ഇറാം മോട്ടോഴ്സ് സ്റ്റാർ ഓഫ് ദ ഡേ. Iram Motors Star of the Day, brought to you by Iram Motors. Drive your dream, Iram Motors. അപ്പോൾ അമലിന് ഏറ്റവും ഇഷ്ടം കവിതയാണെന്ന് എനിക്കറിയാം അല്ലേ? ഒരു 2 വരി കവിതയുള്ളൂ. അയ്യോ, അന്നുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ അതിന് നന്നായി അറിയുന്ന ഞങ്ങളൊക്കെ ചൊല്ലി മോശമാക്കുന്നതിലും അത് നന്നായി അറിയാവുന്ന ഒരു മിടുക്കി ആരാധ്യ നമ്മളോടൊപ്പം ഉണ്ട്. ആരാധ്യയുടെ ബാലാമണി അമ്മ എഴുതിയ ഒരു കവിത കേൾക്കാം. ഉമ്മ വെക്കാൻ വൈത്തിനയുമെന്നാകിലമ്മയ്ക്കു കാട്ടിത്തരില്ല ഞാനെൻ മുഖം. തൻ ചെറുപൂച്ചയെ പുൽകി നിന്നിങ്ങനെ കൊഞ്ചിനാൾ ചെറ്റു കയർത്തുകൊണ്ടെൻ മകൾ. സ്വച്ഛതമങ്ങളാം ആ കൺമുനകളിൽ അശ്രുക്കൾ മിന്നിത്തിളങ്ങി പൊടുന്നനെ മന്ദം കുനിഞ്ഞു ഞാൻ ചുംബിച്ചു പൈതലിൻ മാറിലിണങ്ങുമാ മല്ലികച്ചെണ്ടിനെ. അസ്വസ്ഥഭാവേന ചൂളി സരോമാഞ്ചമജന്തുവെന്നെ തുറിച്ചു നോക്കി തഥാ ചിത്തോന്മിഷ സ്നേഹ സംസ്പൃഷ്ടമല്ലെങ്കിൽ എത്ര രസോർജിതമാകുന്നു ലാളനം. പാരിലെ പാഴ്മൺ തരിയെ തലോടുവാൻ ദൂരാൽ തെളിഞ്ഞു കൈനീട്ടും പുലരുളി ചോദിച്ചിതെങ്കൽ പതിയും സ്മിതത്തിനാൽ. മാതൃഹൃദയവും പ്രേമദരിദ്രമോ, മാതൃഹൃദയവും പ്രേമദരിദ്രമോ. വറ്റിക്കരിഞ്ഞീല കണ്ണുനീരെങ്കിലും പെട്ടെന്നു പുഞ്ചിരി കൊള്ളുകയാമെൻ മകൾ. എന്നന്തരാത്മാവിലൂറുന്ന വാത്സല്യ വെണ്ണീരിലാണീ ഉലകം നനയ്ക്കുവാൻ. ശാശ്വത കർഷകൻ ശ്രദ്ധയാൽ നിർമ്മിച്ച നീർച്ചാലു പോലെ സംശോഭിച്ചിതോമലാൾ. ശാശ്വത കർഷകൻ ശ്രദ്ധയാൽ നിർമ്മിച്ച നീർച്ചാലു പോലെ സംശോഭിച്ചിതോമലാൾ. പൂർണ്ണമായില്ലെൻ കടമ മാതൃത്വമാം പുണ്യാശ്രമ. കലോത്സവം കലകളുടെ ഉത്സവമാണ് തീർച്ചയായും. ഒപ്പം കൂട്ടായ്മയുടെ ഉത്സവമാണ്, സൗഹൃദങ്ങളുടെ ഉത്സവമാണ്, കൊടുക്കൽ വാങ്ങലുകളുടെയും പങ്കുവയ്ക്കലിന്റെയും കൂടി ഉത്സവമാണ്. പലപ്പോഴും വേദിയിൽ കാണുന്ന ഒരു മത്സരത്തിനപ്പുറത്ത് വേദിക്ക് പിറകിലുള്ള ചില കാഴ്ചകളുണ്ട്. അത് ഒരാൾക്ക് താങ്ങാവുന്ന, തണലാവുന്ന, കൂട്ടാവുന്ന ആ കൂട്ടുകാരെ കുറിച്ച് കൂടിയാണ്. ചങ്ക് ബ്രോസിനെ കുറിച്ച്. മത്സരം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോഴാണ് അശ്വിന്റെ കൈ ഞങ്ങൾ ശ്രദ്ധിച്ചത്. പരിശീലനത്തിനിടെ പരിക്കേറ്റതാണ്. വേദന സഹിച്ചായിരുന്നു പരിചമുട്ട്. ചങ്ക് ബ്രോസ് ഊർജം പകർന്ന് അവനൊപ്പം നിന്നു. ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാമറിവിത മനമിതിൽ പുണ്യമോ സൗഹൃദം.
എല്ലാ തവണയും ഇവനാണ് എല്ലാവർക്കും പരിക്കാക്കണേ. ഇപ്രാവശ്യം ഇവന് പരിക്കായപ്പോൾ എല്ലാവർക്കും വിഷമായി, എല്ലാവർക്കും നല്ലോണം വിഷമായി. ഓണില്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കളിക്കാൻ കഴിയില്ല. കൂട്ടുകാർ ഒപ്പമുണ്ടായിരുന്നതിനാൽ വേദന അറിഞ്ഞില്ലെന്ന് അശ്വിൻ. നല്ലോണം കളിച്ചു, എല്ലാവരും റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആയുധം വെച്ചുള്ള കളിയിൽ പരിക്കുകൾ സ്വാഭാവികമാണ്. എന്നാൽ പരിക്കേറ്റവനെ ഒപ്പം നിർത്തി പോരാടുന്ന ഈ മലർവാടി കൂട്ടങ്ങൾക്ക് ഒരു കൈയടി കൊടുത്തേ തീരൂ. കലോത്സവ നഗരിയിൽ നിന്ന് ഷാജു ചന്തപുരയ്ക്കൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്. ഇനി ഈ പുടയൂർ ഇല്ലത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്കും കലോത്സവ വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് മടങ്ങി വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടനെത്താം. Hit. Ta. Ta. Hit.